ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിലിടാൻ പറ്റും? ചുമ്മാ കാശ് കിട്ടണ്ടേ? ഓടിക്കുന്നത് KSRTCയുമായി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത്. അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ KSRTCയിലെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടും. അതംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിന്റെ കാശ് പോകുന്നില്ലേ, ഓട്ടോറിക്ഷക്കാർ കാശ് പോകുന്നില്ലേ? ഇത് ഓസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട്. കാട് കയറിയ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ? 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മൾ ആരുടെ പണം, കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ? ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. ന്യായം നിരത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ GST ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. പാലിന് വരെ ഒരു പാല് വാങ്ങിച്ചാൽ വരെ, കുഞ്ഞിന് കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ, പാൽപ്പൊടി വാങ്ങിച്ചാൽ അതിനെല്ലാം ടാക്സ് ഉണ്ട്. ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും എന്ന് ചിന്തിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് KSRTC ഗവൺമെന്റ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ KSRTCയെ നിലനിർത്തണം, ജനങ്ങളെ നിലനിർത്തണം. അതിനാവശ്യമായ പണം ഞാൻ ഇന്നലെയും പറഞ്ഞു. എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, KSRTCയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല. 500 കോടിയിലധികം രൂപ അല്ലേ, 500 കോടിയിലധികം രൂപ അടയ്ക്കാനുണ്ട്. അത് അവർക്ക് വേണ്ട. അവർക്ക് പിന്നെ പ്രോവിഡന്റ് ഫണ്ടിൽ ലോൺ എടുക്കാൻ പറ്റില്ല, കാരണം റെഗുലറാവുണ്ട് ഇത്. അപ്പം അതെല്ലാം അടച്ചു കൊടുക്കണം. ഡീസലിന്റെ ചെലവ് കുറയ്ക്കണം. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്നു, ഡീസലുകാരന് പൈസ കൊടുക്കുന്നു, അല്ലാതെ ഈ ഡീസൽ കമ്പനിക്കേ ലാഭമുള്ളൂ. നമുക്കൊന്നും ഒരു ഗുണമില്ല. അങ്ങനെ പോയിട്ട് കാര്യമില്ല.